ബാങ്ക് പ്രസിഡന്റ് നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ആയൂർ ബിജു, എന്താണ് താങ്കളെ ഇങ്ങനെ മർദ്ദിക്കാനുള്ള കാരണം? താങ്കളാണ് മർദ്ദിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് താങ്കളെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നു, മർദ്ദനമേറ്റ് താങ്കൾ ഓടുന്നതാണ് കാണാൻ കഴിയുന്നത്. ഞാൻ രാവിലെ ബാങ്കിലേക്ക് വരുന്ന സമയത്താണ്, ഞാൻ എൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന അമൽ വർഗീസ് എന്ന് പറയുന്ന ആളും 7 പേരും ചേർന്ന് എന്നെ ആക്രമിക്കുമായിരുന്നു. ഞാൻ അവിടുന്ന് ഓടി ബാങ്കിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അവർ ബാങ്കിന്റെ കോമ്പൗണ്ടിൽ വന്ന് എന്നെ പിടിച്ച് നിലത്തിട്ടിട്ട് എന്നെ അവിടെ ഇട്ട് മർദ്ദിക്കുകയായിരുന്നു. ഇതിനകത്ത് രാഷ്ട്രീയപരമായ ഒരു വൈരാഗ്യമാണ് ഇവിടെ ഉള്ളത്. ശ്രീ ആയൂർ ബിജു, രാഷ്ട്രീയം നോക്കുമ്പോൾ നിങ്ങൾ LDFന്റെ ഒരേ മുന്നണിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെയാണല്ലോ. ജോസ് കെ മാണി വിഭാഗത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന കമ്മിറ്റി അംഗമാണ് താങ്കൾ. അപ്പോൾ താങ്കളെ നിർത്തേണ്ട, നിങ്ങൾ ഒരേ മുന്നണി നയിക്കേണ്ട ആളുകൾ ചേർന്ന് നിങ്ങളെ മർദ്ദിക്കുന്നു. അപ്പോൾ അവരുടെ ഗുണ്ടായുസമാണോ നടത്തപ്പെട്ടത്, കാണപ്പെട്ടത്? അവിടെ സംഭവിച്ചത് കഴിഞ്ഞ ഈ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിഭിന്നമായ നിലപാടെടുത്തുകൊണ്ട് ഒരു പ്രത്യേക ഗ്രൂപ്പായി ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി മത്സരിക്കുകയും അതിൽ എന്നോടൊപ്പം നിന്ന് 8 പേര് വിജയിച്ച് ഞാൻ പ്രസിഡന്റ് ആവുകയും ചെയ്തു. അന്ന് മുതലാണ് ഈ CPMന്റെ ഈ അമൽ വർഗീസിന്, CPMന്റെ നേതൃത്വത്തെ ഞാൻ കുറ്റം പറയുന്നില്ല, പാർട്ടിയെ കുറ്റം പറയുന്നില്ല എന്ന് പറയുമ്പോഴും ഈ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ പല വട്ടവും എന്റെ നേരെ ഉണ്ടായിട്ടുണ്ട്. പോലീസൊക്കെ എത്തിയാണ് പലപ്പോഴും എന്നെ അവിടെ രക്ഷപ്പെടുത്തി വിട്ടിട്ടുള്ളത്. ഇപ്പോഴും എന്റെ ജീവന് ഭീഷണി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പോലീസ് കേസെടുത്തോ ശ്രീ ബിജു? ഈ സംഭവത്തിന് ശേഷം പോലീസ് ഗൗരവത്തോടുകൂടി സമീപിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പോലീസ് ഗൗരവത്തോടെ സമീപിച്ച ഒരു വിലയുണ്ടായി. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് എനിക്ക് പരാതി കൊടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ബാങ്കിന്റെ കോമ്പൗണ്ടിൽ ആയതുകൊണ്ട് ബാങ്കും ഇവർക്കെതിരെ പരാതി കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കയറിയാണ് ഈ അക്രമം നടത്തിയിട്ടുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ ആയൂർ ബിജു പ്രതികരിച്ചത്.